കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടിയുണ്ടായിരുന്നു. സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി. രാവിലെ ആയോ? എഴുന്നേൽക്കാം. വിശന്നിട്ട് വയ്യ. കുളത്തിനടുത്തെ പുൽത്തകിടിയിൽ പോയി പുല്ല് തിന്നാം. അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ്. ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു. കിങ്ങിണി, നിൽക്ക്. ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും. ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ. സാരമില്ല അമ്മേ, ഞാൻ സൂക്ഷിച്ചോളാം. ശോ, ഇവളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന എന്ത് ചെയ്യും? ആ കുഞ്ഞനെ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. നേരം ഇത്ര പുലർന്നിട്ടും അവൻ എഴുന്നേറ്റില്ലേ? ഇവിടെയൊന്നും കാണുന്നില്ല. അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ട് വരാം. കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ എന്നു പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു. കുഞ്ഞാ, കുഞ്ഞാ, പുറത്തേക്ക് ഇറങ്ങി വാ, നമുക്ക് പോകാം. നേരം വെളുത്തല്ലോ. ഇതാരാ? കിങ്ങിണിയോ? രാവിലെ തന്നെ എവിടേക്കാ? നീ വേഗം വാ, എനിക്ക് വിശക്കുന്നു. കുളത്തിനടുത്ത് പുൽത്തക്കടിയിൽ പോയി പുല്ല് ശാപ്പിടണം. എന്നാൽ നീ വേഗം പോയി പുല്ല് തിന്നിട്ട് വാ. എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതല്ല കുഞ്ഞാ, നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല. കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും. അതിലെ ആ മണിയനാന ഒട്ടും ശരിയല്ല. അവൻ എന്നെ കണ്ടാൽ അപ്പോൾ ഓടിക്കും. ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല. എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല. അത് ശരി. പക്ഷേ നിന്റെ കൂടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? നീ എൻ്റെ കൂടെ വന്ന് നിന്നാ മതി. ഞാൻ പുല്ല് തിന്നോണ്ടിരിക്കുമ്പോൾ അവൻ കുളത്തിൽ നിന്നും കയറി വരുന്നുണ്ടോന്ന് നീ നോക്കണം. വരുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. അങ്ങനെ. എന്നാൽ ഞാൻ വരാം. അങ്ങനെ കുഞ്ഞനുറുമ്പും കിങ്ങിണിയും കുളക്കരയിലേക്ക് തിരിച്ചു. എന്നാലും കിങ്ങിണി, ആ മണിയനാണേ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ. അവൻ പുല്ല് തിന്നുകയുമില്ല, നിന്നെ തിന്നാൻ സമ്മതിക്കുകയുമില്ല. ഇത് എവിടത്തെ ന്യായം? നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത്. ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ. നമുക്കൊന്നും അവരെ തോൽപ്പിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് മണിയനാനയ്ക്ക് ഇത്ര അഹങ്കാരവും. അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം. ഈ ഇത്തിരി പോന്ന നീയാണോ അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത്? അവൻ കാലെടുത്തൊന്ന് നിന്റെ മേലെ വെച്ചാ മതി, പ്ലിങ്, നിന്റെ കഥ അതോടെ തീരും. ഞാൻ തീരെ ചെറിയതാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും. ആനയുടെ മുൻപിൽ ഈ ഇത്തിരി കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റും? നീ നോക്കിക്കോ, എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. കുഞ്ഞാ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. നീ പേടിക്കാതിരി.
അവിടെ നിന്ന് പുല്ല് തിന്നുന്നത്? ഇന്നെന്താ ഇവൾക്ക് ഇത്ര ധൈര്യം? ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ? എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കാം. അയ്യോ, അതാ അവൻ നമ്മളെ കണ്ടു. ഇനി എന്ത് ചെയ്യും? നീ പേടിക്കാതെ പുല്ല് തിന്ന് വേറെ നിറക്കേ. ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായി പോലും നടിക്കുന്നില്ലല്ലോ. ഇനി ഞങ്ങൾ ഓടിച്ചിട്ട് തന്നെ കാര്യം. മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. മണിയാ, നിൽക്കവിടെ. കിങ്ങണി നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്തിനാണ് ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത്? ഇതൊക്കെ പറയാൻ നീ ആരാ? ഞാൻ കാലെടുത്തെന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത്. അയ്യോ കുഞ്ഞാ, എനിക്ക് വേദനിച്ചിട്ട് വയ്യ. നീ വേഗം തുമ്പിക്കൈക്കുള്ളിൽ നിന്ന് ഇറങ്ങി വാ. അങ്ങനെ ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നില്ല. ഇനി നീ കിങ്ങണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ. അയ്യോ ഇല്ല കുഞ്ഞാ, ഞാൻ ഇനി ഒരിക്കലും കിങ്ങണിയെ പേടിപ്പിക്കില്ല. നീ ഒന്ന് ഇറങ്ങി വാ. ശക്തനാണ്, പക്ഷേ നിന്റെ ശക്തി ബാക്കിയുള്ളവരെ പേടിപ്പിക്കാനല്ല ഉപയോഗിക്കേണ്ടത്. നിന്റെ ശക്തി മറ്റുള്ളവർക്ക് ഉപകാരത്തിനുള്ളതാവണം. പിന്നീട് ഒരിക്കലും മണിയനാന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല. മാത്രമല്ല, കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരാവുകയും ചെയ്തു. മോനെ കിട്ടുണ്ണി, കാക്കയും കോഴിയും വന്ന് ഈ ഗോതമ്പ് കൊത്തി തിന്നാതെ ഒന്ന് നോക്കിക്കോണേ. അക്കാര്യം ഞാൻ ഏറ്റമ്മേ. ഞാൻ ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കാക്കയും കോഴിയും നമ്മളെ ഗോതമ്പ് കൊത്തി തിന്നില്ല. അതിന് ഞാൻ അവസരം കൊടുക്കില്ല. കൊള്ളാം, മിടുക്കൻ. എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം. പുല്ല് മുറിച്ചിട്ട് അമ്മ പതിയെ വന്നാൽ മതി. പോ, ഈ ഗോതമ്പ് തിന്നെ വന്ന് നീ വെറുതെ മോയിക്കണ്ട. പോ പോ. ഹായ്, ഈ പൈക്കിടാവിന്റെ ഓട്ടം കാണാൻ എന്ത് രസമാ. എന്നെ കളിയാക്കുവാനോ നീ? നിന്നേക്കാൾ വലിയ ഓട്ടക്കാരനാ ഞാൻ. അവിടെ നിക്കടി. കണ്ടോ? ഹോ, എന്തൊരു വേഗത. അമ്പടി, എന്നെ തോപ്പിക്കാമെന്ന് കരുതിയോ? കണ്ടില്ലേ ഞാൻ നിന്നെ തോപ്പിച്ചത്. ഇനി ഞാൻ ഓടാം, നീ എന്നെ പിടിക്കുക. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ, ആവശ്യം പോലെ വിളിച്ചോട്ടെ. എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം. മഴ പെയ്യാന്ന് ഓർത്തായിരിക്കും അമ്മ വിളിക്കുന്നത്. ആ ഗോതമ്പ് അമ്മയ്ക്ക് തന്നെ വാരി വെക്കാമല്ലോ. മോനെ, എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത്. കിട്ടുണ്ണി, ഞാൻ കളി നിർത്തി. എന്റെ അമ്മ വിളിക്കുന്നു, എനിക്ക് പോണം. അമ്മ വെറുതെ വിളിക്കുന്നതാവും. പോവല്ലേ പൈക്കിടാവേ, നമുക്ക് കളിക്കാം. ഞാൻ കളി നിർത്തി, എനിക്ക് പോണം. ആ, പോണവരൊക്കെ പോട്ടെ. എന്റെ അമ്മ വിളിച്ചിട്ട് പോലും ഞാൻ പോയില്ല. നല്ല കൂട്ടുകാരിങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ച് നിൽക്കും. നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം.
വൈക്കിടാവേ, നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അമ്മമാർ വിളിക്കുന്നത്. ഞാൻ പോകാതെ കളിക്കാൻ തീരുമാനിച്ചു. നീ അമ്മ വിളിച്ചതേ കളി നിർത്തി ഓടിപ്പോയി. അതെന്താ അങ്ങനെ? കിട്ടുണ്ണി, അമ്മമാർ നമ്മളോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മളത് കേൾക്കാതെയും അനുസരിക്കാതെയും ഇരുന്നാൽ നമ്മൾക്ക് തന്നെയാണ് അത് ദോഷം ചെയ്യുന്നത്. അയ്യോ, കാറ്റിന് ശക്തി കൂടുതലാണല്ലോ. വല്ല മരവും മറിഞ്ഞു വീഴുവോ? അമ്മ വിളിച്ചപ്പോ അങ്ങ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ എങ്ങനെ പേടിച്ചു നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നോ കിട്ടുണ്ണി? ശരിയാ, അമ്മയെ അനുസരിക്കാത്തതാണ് എന്റെ തെറ്റ്. വിഷമിക്കണ്ട കിട്ടുണ്ണി, ഇനി അങ്ങനൊന്നും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ മതി. ആ, മഴ കുറയുന്നുണ്ടല്ലോ. അമ്മേ, മോനെ, എവിടെയായിരുന്നു നീ? അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. കുളത്തിൻ കരയിലെ പുല്ലുകൾ സൂപ്പർ. പുല്ലുകൾക്ക് മാത്രമല്ല, ഈ കുളത്തിലെ വെള്ളത്തിനും നല്ല രുചിയാ. ഈ കുളത്തിലേക്കെടുത്ത് ചാടിയാലോ? എന്റെ മൂക്കത്ത് വന്നിരുന്ന് എന്നെ അപായപ്പെടുത്താനുള്ള വഴി പറഞ്ഞു തരുന്നോ? നിന്നെ ഞാനിന്ന് ശരിയാക്കും. എന്നാ എന്നെ ഒന്ന് പിടിക്ക്. അയ്യോ, അതെന്ത് സാധനമാ മുകളിൽ നിൽക്കുന്നത്? ഓ, കണ്ടിട്ട് പേടിയാവുന്നു. അതെങ്ങാനും ഈ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണ നമ്മളൊക്കെ ചതഞ്ഞരഞ്ഞ് ചത്തത് തന്നെ. വേഗം വാ, നമുക്ക് അമ്മയോട് ചെന്ന് പറയാം. അമ്മേ, അമ്മേ. കുഞ്ഞുങ്ങൾ പേടിച്ചാണല്ലോ വരുന്നത്. എന്തു പറ്റിയാവോ? അമ്മ, അങ്ങ് മുകളിൽ എന്തോ വലിയൊരു സാധനം. കണ്ടിട്ട് പേടിയാവുന്നമ്മേ. എവിടെയാ? വാ, നമുക്കൊന്ന് പോയി നോക്കാം. വല്ലോ തിമിംഗലോ ആയിരിക്കും എന്തോ. അമ്മ മുന്നേ നീടിക്കോ, ഞങ്ങള് പിന്നാലെ ഉണ്ട്. ആഹാ, ഇതിനെ കണ്ടിട്ടായിരുന്നോ നിങ്ങൾ ഇത്രമാത്രം പേടിച്ചത്? ആരും പേടിക്കണ്ട, ആ ജീവി കുളത്തിലൊന്നും ഇറങ്ങി വരില്ല. അത് എന്ത് ജീവിയാ അമ്മേ? ആ ജീവിയാണ് മക്കളെ പശു. പശു, നല്ല പേര്. അക്ഷരം സ്ഫുടമായി പറഞ്ഞു പഠിക്കൂ മക്കളെ. പശു, 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 പശു. ആ, പശു, പശു. ആ, പശു. പശു പശു അല്ല, വെറും പശു. ചിരിച്ച് ചിരിച്ച് ഞാനിപ്പോ ചാവും. നിങ്ങളുടെ ഓരോ തമാശകള്. അതിനിവിടെ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ തവളച്ചേട്ടാ. കുളത്തിൻകരയിൽ നിന്ന് പുല്ല് തിന്നുന്ന വെറുമൊരു പശുവിനെ കുറിച്ച് ഇത്രമാത്രം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. ഈ കുളത്തിലെ വെള്ളത്തിൽ കുറച്ചു നേരം മുങ്ങിക്കിടന്ന ചത്തുപോകുന്ന കരയിലെ വെറുമൊരു ജീവി മാത്രമാണവൻ. ഈ വെള്ളത്തിൽ നിന്നും കുറച്ചു നേരം കരയ്ക്ക് കയറി കിടന്നാൽ ഞങ്ങളും ചത്തുപോകില്ലേ? അതെ അതെ, മീനുകളായ നിങ്ങൾക്ക് കരയിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ ആ പശുവിന് ഈ വെള്ളത്തിലും ജീവിക്കാൻ പറ്റില്ല. എന്നാ വെള്ളത്തിലും കരയിലും ഒരേപോലെ ജീവിക്കാൻ ഈ തവളച്ചേട്ടന് സാധിക്കും. അതാണ് മാക്കാൻ തവള. ഇനി നിങ്ങൾ പറയൂ, ആ പശുവാണോ ഈ മാക്കാൻ തവളയാണോ കേമൻ? കഴിവിൽ കേമൻ തവളച്ചേട്ടൻ തന്നെ. കറക്റ്റ്. ആർപ്പിട് മക്കളെ, ആർപ്പിട്. എന്നാൽ വലിപ്പത്തിൽ കേമൻ ആ പശുവാണ്. ഓ, വലിപ്പമോ? എന്തോന്ന് വലിപ്പം? എന്റെ ശരിക്കുള്ള വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
ഞങ്ങൾ കണ്ടിട്ടില്ല. അല്ലെങ്കിലും കാണേണ്ടതൊന്നും കാണില്ലല്ലോ. നിങ്ങൾക്കറിയാമോ, ഞാനൊന്ന് വലിപ്പം കൂട്ടിയാൽ ആ പശുവിനേക്കാൾ വലുതാകും. എന്ത്? ആ പശുവിനേക്കാൾ വലുതാകുമെന്നോ? അതേന്ന്, എന്റെ മുത്തച്ഛൻ ധർജുരന് ഒരു ആനയുടെ വലിപ്പം ഉണ്ടായിരുന്നു. മുത്തച്ഛൻ മരിച്ചുപോയി. ഇല്ലെങ്കിൽ ഉറപ്പായും നിങ്ങളെ പരിചയപ്പെടുത്താമായിരുന്നു. എന്തായാലും ഞാനിത് വിശ്വസിക്കില്ല. പശുവിനോളം വലുതാകാൻ ഒരിക്കലും ഒരു തവളയ്ക്ക് കഴിയില്ല. എല്ലാവരും നോക്കിക്കോ, തുമ്പിയും കണ്ടോളൂ, ഞാൻ ആ പശുവിനേക്കാൾ വലുതാവുന്നത്. ആഹാ, എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഇപ്പൊ എങ്ങനുണ്ട്? ഞാൻ ആ പശുവിനേക്കാൾ വലുതായില്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പഴയതുപോലെ തന്നെ. ശ്വാസം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നതിനാൽ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, വ്യത്യാസം ഉണ്ടല്ലോ. മീനുകളെ, ഒന്ന് ആത്മാർത്ഥമായ ആർപ്പ് വിളിച്ചു തന്നേ. തവളച്ചേട്ടൻ അങ്ങ് വലുതാവട്ടെ. ആർപ്പവിളി നിർത്തിക്കോടാ പിള്ളാരെ, തവളച്ചേട്ടന്റെ കഥ കഴിഞ്ഞു. അയ്യോ, നമ്മുടെ തവളച്ചേട്ടൻ എന്തു പറ്റി? വലിയവനെന്ന് സ്വയം നടിക്കുന്ന അഹങ്കാരികളായ വിഡ്ഢികൾക്ക് സംഭവിക്കുന്നത് തന്നെ തവളച്ചേട്ടന് സംഭവിച്ചു മക്കളെ. പണ്ട് പണ്ട് ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമു എന്നൊരാൾ താമസിച്ചിരുന്നു. രാമുവിന് കുറച്ചു കോഴികളുണ്ടായിരുന്നു. അതിലൊരു കോഴി മാത്രം മുട്ടയിടുന്നില്ല എന്ന് മനസ്സിലാക്കിയ രാമു, ഈ കോഴിയെ എങ്ങനെയെങ്കിലും വിൽക്കണം. ഒരു വഴിയുണ്ട്. അതിനെ ഗ്രാമചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ തീരുമാനിച്ചു. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതായിരുന്നു രാമുവിന് ഏറെ ഇഷ്ടം. രാമു തന്റെ മുട്ടയിടാത്ത കോഴിയെയും മറ്റു കോഴികളിട്ട മുട്ടകളും എടുത്തുകൊണ്ട് അങ്ങനെ ഗ്രാമപാതയിലൂടെ നടന്നു. അങ്ങനെ നടന്നു വരുമ്പോൾ അല്ല, ഇതാര്? ഹൗദയല്ലേ? എവിടെ പോയിട്ട് വരുന്നു? ഒന്നും പറയണ്ട രാമു, ഞാനേ ഗ്രാമചന്തയിൽ പോയി വരികയാണ്. എന്താ കാര്യം? ഞാൻ ഈ പശുവിനെ വിൽക്കാൻ പോയതാണ്. കുറച്ചു നാളായി പാല് വളരെ കുറവാണ്, ആരും വാങ്ങുന്നില്ല രാമു. എത്ര പാല് കിട്ടും? 1 ലിറ്റർ വളരെ കഷ്ടിച്ച് കിട്ടും. അല്ല രാമു, നിങ്ങൾ ഈ കോഴിയെ കൊണ്ട് ഗ്രാമചന്തയിലേക്കാണോ പോകുന്നത്? അതെ, അല്ല, ഞാൻ വേറെ ഒരിടം വരെ പോകുക. ഈ കോഴിയെ കൊണ്ടോ? അതെ, നിങ്ങൾ ആരോടും പറയരുത്, ഇതൊരു അത്ഭുത കോഴിയാണ്. അത്ഭുത കോഴിയോ? നോണ പറയാതെ രാമു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും ഈ കോഴി ദിവസം 10 മുട്ട വരെ ഇടും. ചില പ്രത്യേക സമയങ്ങളിൽ സ്വർണമുട്ടയും ഇടും. എന്താ അതിന് തെളിവ്? ഇതൊക്കെ ഈ യാത്രക്കിടയിൽ ഈ കോഴി ഇട്ടതാണ്. സ്വർണമുട്ട ഇടുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഇതിനെ കൂടെ കൊണ്ടുപോകും. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരി, വേണ്ട, ഞാനെന്നാ പൊക്കോട്ടെ. കോഴിയെ കൂട്ടിലാക്കണം. കൂടെ കൊണ്ട് നടക്കുന്നത് അല്പ ബുദ്ധിമുട്ടാണ്. രാമു, ഇതിനെ വിൽക്കാൻ പദ്ധതിയുണ്ടോ? എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് വലിയ നഷ്ടമാകും. നല്ല വില തരാം, ഒപ്പം ഈ പശുവിനെ. എന്ത് വില തരും? എന്റെ കയ്യിൽ 5 വെള്ളി നാണയമുണ്ട്, അത് തരാം.
5 വെള്ളി നാണയമോ? സ്വർണ്ണമുട്ട ഇടുന്ന ഈ കോഴിക്കോ? അതെ, മുട്ട സ്വർണമാ, സ്വർണം. ഇനി എന്റെ കയ്യിൽ ഈ സ്വർണ്ണ മോതിരം മാത്രമേ ബാക്കിയുള്ളൂ. ഈ അത്ഭുത കോഴിയെ എനിക്ക് തന്നെ തരണം. അയാൾ ഒരു മണ്ടൻ തന്നെ. ഈ പശുവിനെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കണം. ഒരു വഴിയുണ്ട്. എന്താ രാമു, പശുവിനെ വളർത്താനൊക്കെ തുടങ്ങിയോ? ഏയ്, ഇത് സാധാരണ പശു അല്ല. ആട്ടിൻപാലിന്റെ രുചിയാ ഇതിന്റെ പാലിന്. അതെയോ? അത് മാത്രമല്ല, ഇതിന് 30 ലിറ്റർ പാല് വരെ കിട്ടും. ചിലപ്പോ അത് 40. വേറെ എന്ത് വേണം? ഉള്ളതാണോ പറയുന്നേ? 40 ലിറ്റർ പാലോ? അതെന്ന് ഞാനും ആദ്യം വിശ്വസിച്ചില്ല. പിന്നെ അയാൾ 30 ലിറ്റർ വരെ കറന്നു കാണിച്ചു. ആ പാലും എനിക്ക് തന്നെ അവർ തന്നു. എന്നിട്ട് ആ പാൽ എന്തിയേ? ഗ്രാമചന്തയിൽ വിറ്റു. പക്ഷേ നിങ്ങൾക്ക് ഇതിനെ നോക്കി പരിചയമില്ലല്ലോ. ഇല്ല, പക്ഷേ കണ്ടപ്പോ വിട്ടുകളയാനും തോന്നിയില്ല. ഇത്രയും ഗുണമുള്ള പശുവിനെ ബുദ്ധിയുള്ള ആരേലും വാങ്ങാതെ ഇരിക്കുമോ? അതും ശരിയാ. ഞാനൊരു പശുവിനെ വാങ്ങണമെന്ന് കുറച്ചു കാലമായി വിചാരിക്കുന്നു. അതെയോ? നല്ല പശുവിനെ നോക്കി വാങ്ങണേ. ഞാനിതിന് 20 വെള്ളി നാണയം കൊടുത്തു. ഞാൻ നിങ്ങൾക്ക് 25 വെള്ളി നാണയം തരാം. എനിക്ക് തരാമോ ഇതിനെ? അയ്യോ, ക്ഷമിക്കണം, ഞാൻ ഇതിനെ കൊടുക്കുന്നില്ല. നോക്ക് രാമു, നിങ്ങൾക്ക് പശുവിനെ നോക്കി പരിചയമില്ല. എനിക്കാണേൽ ഒരു പശുവിനെ വേണം താൻ. നഷ്ടം വരാത്ത ഒരു കച്ചവടം. എന്താ? അതിപ്പോ നിങ്ങളിങ്ങനെ നിർബന്ധിച്ചാൽ എനിക്ക് പറ്റില്ല എന്ന് പറയാനും പറ്റില്ലല്ലോ. ശരി, നിങ്ങൾ എടുത്തോളൂ. ഞാനിതിനെ ഒന്ന് കറന്നു നോക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. എന്ത് കുഴപ്പം? എനിക്ക് 25 വെള്ളി നാണയമൊന്നും വേണ്ട. 20 തന്നെ തന്നാ മതി. അത് കേട്ടപ്പോൾ കർഷകന് കൂടുതൽ സന്തോഷമായി. ആ സന്തോഷത്തിൽ കർഷകൻ പശുവിനെ കറന്നു നോക്കിയതുമില്ല. കണ്ടോ നിങ്ങൾ രാമുവിന്റെ തന്ത്രം? രാമുവിന് ഒരുപാട് സന്തോഷമായി. അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാതെ അയാൾ പശുവിനെ കൈമാറി. ഇന്ന് എന്ത് നല്ല ദിവസമാണ്. എന്നും ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ പശുവിനെ സ്വന്തമാക്കിയ കർഷകൻ തന്റെ പശുവിന് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. പക്ഷേ കർഷകന്റെ സന്തോഷം നീണ്ടു നിന്നില്ല. അടുത്ത ദിവസം പശുവിനെ കറന്നു തുടങ്ങിയ കർഷകൻ ഞെട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്യും? ആ രാമു നമ്മളെ പറ്റിച്ചതാണ്. 30 ലിറ്റർ കിട്ടുമെന്ന് പറഞ്ഞിട്ട് 2 ലിറ്റർ പോലും കിട്ടുന്നില്ല. നിങ്ങൾക്കൊന്ന് ചിന്തിച്ചിട്ട് വാങ്ങിയാ പോരായിരുന്നോ? വാങ്ങിപ്പോയില്ലേ, ചതി പറ്റിപ്പോയി. രാമു പശുവിനെ തിരികെ വാങ്ങില്ല, അത് ഉറപ്പാണ്. നമുക്ക് ഗ്രാമമുഖ്യനെ ഒന്ന് കണ്ടാലോ? അത് ശരിയാ, ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് പോയി വരാം. കർഷകൻ ഗ്രാമമുഖ്യനെ കാണാനായി പുറപ്പെട്ടു. കർഷകൻ തന്റെ പ്രശ്നങ്ങളെല്ലാം ഗ്രാമമുഖ്യനോട് വിശദമാക്കി. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, രാമുവിനോട് പോയി പറയണം പറഞ്ഞതിലും കൂടുതൽ പാല് പശു തരുന്നുണ്ടെന്ന്. ആ പാലൊക്കെ എനിക്കാണ് തരുന്നതെന്നും പറഞ്ഞോളൂ. അങ്ങനെ ഗ്രാമമുഖ്യന്റെ വാക്കുകൾ കേട്ട് രാമുവിന്റെ വീട്ടിലേക്ക് കർഷകൻ നടന്നു. വഴിമധ്യേ കർഷകൻ രാമുവിനെ കണ്ടു.
രാമു, എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ തന്ന പശു കാരണം ഞാനും കുടുംബവും രക്ഷപ്പെട്ടു. അതെയോ? അതേ രാമു, പശു എന്നും 40 ലിറ്റർ പാൽ തരുന്നുണ്ട്. ഞാൻ അത് ഗ്രാമമുഖ്യനാണ് കൊടുക്കുന്നത്. ശരി രാമു, കുറച്ച് തിരക്കുണ്ട്, പോട്ടെ. പശുവിനെ കൊടുത്തത് അബദ്ധമായോ? ഉടനെ ഗ്രാമമുഖ്യനെ കാണണം. അന്ന് തന്നെ രാമു ഗ്രാമമുഖ്യന്റെ വീട്ടിലെത്തി. ആഹാ, ഇതാര്? രാമു, വരണം വരണം. ഇവിടെ പാല് വേണമെന്ന് കേട്ടു. വേണമായിരുന്നു, പക്ഷെ ഇപ്പോ ഒരു കർഷകൻ കൊണ്ട് തരുന്നുണ്ട് നല്ല രുചിയുള്ള പാല്. അതുകൊണ്ട് അയാൾക്ക് കൂടുതൽ പണവും കൊടുക്കുന്നുണ്ട്. ഷോ, ഇനി എന്ത് ചെയ്യും? ഗ്രാമമുഖ്യൻ നുണ പറയില്ലല്ലോ. അപ്പോ കർഷകൻ പറഞ്ഞത് സത്യമാണ്. രാമുവിന് ഒരുപാട് വിഷമമായി. രാമു അതിവേഗത്തിൽ കർഷകന്റെ വീട് ലക്ഷ്യമാക്കി നടന്നു. ആ, വരൂ രാമു. കുറുമ്പി പശുവിന് ഈ പുല്ല് ഒത്തിരി ഇഷ്ടമാണ്. ആ, അതെ, ഞാൻ വന്നത് പശുവിനെ തിരിച്ചു വാങ്ങാനാണ്. തിരിച്ചു വാങ്ങാനോ? അതെ. ഇല്ല, തരാൻ പറ്റില്ല. ഞാൻ വിൽക്കുന്നില്ല. എന്റെ ജീവിതം മാറ്റിയ പശുവാണിത്. അങ്ങനെ പറയരുത്. ഞാൻ ഈ പശുവിനെ ആഗ്രഹിച്ചു വാങ്ങിയതാണ്. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്. ഇല്ലില്ല, തരാൻ പറ്റില്ല. എന്ത് വില തന്നാലും തരാൻ പറ്റില്ല. ഞാൻ നിങ്ങൾ തന്നതിലും കൂടുതൽ തരാം. എനിക്ക് എന്റെ പശുവിനെ തിരികെ തരണം. ശരി, നിങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. എന്ത് തരും? നിങ്ങൾ തന്നത് 20 വെള്ളി നാണയമല്ലേ? ഞാൻ 30 തരാം. 30? പറ്റില്ല. പിന്നെ 40 വെള്ളി നാണയമെങ്കിലും എനിക്ക് കിട്ടണം. ശരി, തരാം. വില കൂടിയാൽ എന്താ? ലാഭമല്ലേ? രാമു, നീ കുഴിച്ച കുഴിയിൽ നീ തന്നെ വീണു.